ഇത് ഡോളി ചായവല കൂടെ നമ്മുടെ പ്രിയങ്കരനായ ബോച്ചെ. ഞാൻ ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് നോക്കിയപ്പോഴത്തേക്കും പരമനാറി പച്ച പുച്ഛം. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ചായ വിൽപ്പനക്കാരൻ, അയാളത് അർഹിക്കാത്ത ഒരു സാധനം അയാൾക്ക് കിട്ടിയതുപോലെ അയാൾ ഹാർഡ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ എന്തോ ഒരു അനാവശ്യ കാര്യം അയാൾക്ക് കിട്ടിയ പോലത്തെ ഒരു പ്രതീതിയാണ് എനിക്ക് കമന്റ് ബോക്സ് കണ്ടപ്പോൾ തോന്നിയത്. നമുക്ക് സാധിക്കാത്തൊരു കാര്യം വേറൊരാൾ ചെയ്ത് അയാൾ ഉന്നതങ്ങളിൽ എത്തുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു അസൂയാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം. ഇയാളെ എല്ലാവരും ട്രോളറുണ്ട്, ഞാനും ട്രോളിട്ടുണ്ട്. ഈ ട്രോളുന്നതും റിയാക്ട് ചെയ്യുന്ന റോസ്റ്റ് ചെയ്യുന്നൊക്കെ വേറൊരു സാധനമാണ്. പക്ഷെ അയാളെ പേഴ്സണലി അയാളെ പുച്ഛിക്കുക എന്ന് പറയുന്നത് പ്യുവർ അസൂയ ഈഗോയാണ്. അയാളെ ഉയർച്ചയിൽ നമ്മൾ പരിഹാസം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതൊരു വികൃത മനോഭാവം ഉള്ളതുകൊണ്ടാണ്. നോക്കൂ, നമ്മുടെ രാജ്യം ഒരു ദരിദ്ര രാജ്യമാണ്. ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയും അതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ പുറത്തോട്ട് മാറിപ്പോയത് ഇവിടെ പേ ഓഫ് സ്കെയിൽ വളരെ കുറവാണ്. ഇതൊരു ത്രൈവിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇവിടുത്തെ സൊസൈറ്റിക്കകത്തുള്ളത്. അയാൾ ഈ നാട്ടിൽ നിന്നുകൊണ്ട് അയാൾക്ക് അറിയാവുന്ന ഒരു തൊഴിൽ ചെയ്ത് അയാൾ രക്ഷപ്പെട്ട, അയാൾ ഫെയിം എടുത്ത്, അയാൾ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി, അയാൾ ലോകമൊത്തം അറിയുന്ന ഒരാളായി അയാൾ മാറിയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ കഴിവാണ്. അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. ഇയാളുള്ളത് സോഷ്യൽ മീഡിയയുടെ പൊട്ടൻഷ്യലിനെ അതിന്റെ ട്രെൻഡിനെയൊക്കെ കൃത്യമായിട്ട് ഉപയോഗിച്ച ഒരാളാണ് അയാൾ. സോഷ്യൽ മീഡിയ വഴി എത്രയോ പേർ ഏൺ ചെയ്യുന്നുണ്ട്. അതൊരു വരുമാന മാർഗ്ഗമാണ്. ഇപ്പൊ അതുവഴി ഫെയിം എടുത്ത് അതുവഴി ഫേമസ് ആയി രക്ഷപ്പെട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കാലം മാറി ഡിജിറ്റൽ യുഗമാണ്. ഇവിടെ ഇപ്പം അങ്ങനത്തെ ഓഫർ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്താൽ യാതൊരു തെറ്റുമില്ല. പലപ്പോഴും പറയും സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വീഡിയോ ഇടുന്ന ആൾക്കാർ, യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവന്മാരൊക്കെ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നു. അവരൊന്നും ഒന്നുമല്ല. നമ്മളൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്നതല്ല, സ്മാർട്ട് വർക്ക് ഹാർഡ് വർക്ക് കൂടി ചെയ്യണം. ആൾക്കാർ പല രീതിയിലാണ് ഇപ്പോൾ രക്ഷപ്പെടുന്നത്. കാലം മാറുന്നതനുസരിച്ച് ആൾക്കാർ മാറിക്കൊണ്ടിരിക്കണം. അല്ലാതെ എപ്പോഴും നമ്മൾ പഴയ ഓൾഡ് ഫാഷനും ടെക്നിക്സും ഓൾഡ് ഫാഷൻ വേയും തന്നെ ഡോക്ടറോ എഞ്ചിനീയറോ മാത്രമേ സമൂഹത്തിൽ വിലയുള്ള ആൾക്കാരാണെന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം ഉള്ളതുകൊണ്ടാണത്. അത് തെറ്റാണ്. അത് മാറ്റുക. ലുക്കുമ്പോൾ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ പാനിപൂരിയും ചായ ആയിട്ടുള്ള കടകളും ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് ചായ കടകളൊക്കെ തുറക്കുന്നുണ്ട്. അതുപോലെ പ്രവാസികളൊക്കെ വന്നു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ഒരു റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ഒരു ഹോട്ടലോ ഒക്കെയാണ് തുടങ്ങുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ നമ്മൾ നാട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും. ഗൾഫിൽ പോയി നമ്മൾ കുക്കിംഗ് പഠിച്ചാൽ നാട്ടിൽ നിന്ന് ഒരു ഹോട്ടലാണെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതാണോ ശരി, അതാണോ തെറ്റ്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് എന്താണ് മാറി ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ സമൂഹം എങ്ങനെ വളരണം, നമ്മുടെ സൊസൈറ്റി എങ്ങനെ വളരണം, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് വേറൊരു ചർച്ചയാണ്. കാശിന്റെ ഫെയിമിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു മനുഷ്യനെ അളക്കുമ്പോൾ, സക്സസിന്റെ റേറ്റ് എടുക്കുമ്പോൾ ചാപ്രിന്ന് കണ്ണാപ്പിന്ന് വിളിച്ച് കളിയൊക്കെ അയാൾ സക്സസ്ഫുൾ ആണ്. ഓച്ച അയാളെ ഇവിടെ വെറുതെ നിന്ന് പൈസ കൊടുക്കാതെ ചുമ്മാ ഒന്നും കൊണ്ടുവരത്തില്ലല്ലോ. അയാൾ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ അയാൾക്ക് ആ വാല്യൂ ഉണ്ടല്ലോ. നിങ്ങൾ ഈ കമന്റ് ഇട്ടാലും നിങ്ങൾ ഈ പുച്ഛിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും അയാൾ തിരിച്ചറിയുന്നില്ല. അയാൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഫെയിമാണ്. നമ്മുടെയൊക്കെ ഒരു ദിവസത്തെ വരുമാനം എത്രയെന്ന് നോക്കുക, ഒരു മണിക്കൂറത്തെ വരുമാനം എത്രയെന്ന് ചെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എത്രയോ മടങ്ങാണ്, അതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണ് അയാളുടെ വരുമാനം എന്ന് പറയുന്നത്. പലരും പഠിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യൻ സൈഡിൽ അത് കുറവാണ്. അവരെന്തെങ്കിലും കൈത്തൊഴിലൊക്കെ ചെയ്താണ് ജീവിക്കാറുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞാൽ പഠിക്കും, പക്ഷെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നേ ഉള്ളൂ. നമ്മൾ അത് വെച്ചിട്ടൊന്നും ആ വിദ്യാഭ്യാസം നമ്മുടെ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യാറില്ല. അതാണ് സത്യം. അയാളുടെ പ്രത്യേക ഒരു സ്റ്റൈല്, സ്വാഗ്, അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ വെച്ചിട്ടാണ് അയാൾ ഇത്രയും ഫേമസ് ആയത്. ചായടി കൊണ്ട് മാത്രമൊന്നുമല്ല. ഇതേപോലത്തെ ആൾക്കാരൊക്കെ ലക്ഷത്തിൽ ഒന്നാണ്. ഒരുപാട് പേര് ഇതേപോലെ വൈറലായി കയറി വന്ന ആൾക്കാരല്ല. അവരൊക്കെ ഇപ്പോൾ എവിടെ നിന്ന് നമുക്ക് അറിയത്തോലുമില്ല. അപ്പൊ ഇയാൾ ഇപ്പോഴും ലൈം ലൈറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾ കുറച്ച് സ്മാർട്ടാണ്. അയാൾ അതിന് വേണ്ടിയൊക്കെ എന്തോ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അല്ലാതെ അയാൾ ഒരിക്കലും ഇത്രയും നാളിങ്ങനെ നിൽക്കില്ല. അപ്പൊ അയാൾ നല്ലൊരു ഐഡിയ ഉള്ള ഒരു ബിസിനസ്സുകാരനും കൂടി ആയി മാറി എന്നാണ് എൻ്റെ ഒരു ഇത്.